നമ്മൾ പ്രോസസ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രോസസ് പ്ലാനിങ് എന്തെന്ന് പറഞ്ഞു, സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് റിക്വയർഡ് ടു മേക്കപ്പ് എ പ്രോഡക്റ്റ്, അതാണ് പ്രോസസ് പ്ലാൻ. ഈ പ്രോസസ് പ്ലാൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ പ്രോസസ് പ്ലാനിങ് ഫോർ പാർട്സ്, സെക്കൻഡ് പ്രോസസ് പ്ലാനിങ് ഫോർ അസംബ്ലീസ്. പ്രോസസ് പ്ലാനിങ് ഫോർ പാർട്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രോസസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റൂട്ട് ഷീറ്റ് ഫോർ ഇൻഡിവിജ്വൽ പാർട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ ഡ്രോയിങ്സ് ആണ് റൂട്ട് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഇൻപുട്ടായിട്ട്, ഒരു സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആണ്. ഒരു ടിപ്പിക്കൽ റൂട്ട് ഷീറ്റ്, പ്രോസസ് പ്ലാനിങ് മീൻസ് പ്രിപ്പറേഷൻ ഓഫ് റൂട്ട് ഷീറ്റ്സ്. ഒരു ടിപ്പിക്കൽ റൂട്ട് ഷീറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ റൂട്ട് ഷീറ്റ്. ഇനി മെഷീൻ ഷോ, XYZ മെഷീൻ ഷോ. ഓക്കെ, പാർട്ട് നമ്പർ, ആ കമ്പോണൻറ്റിൻ്റെ നമ്പർ, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടിരിക്കുന്ന നമ്പർ. ഇനി പാർട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഒരു ജനറേറ്ററിൻ്റെ ഷാഫ്റ്റാണ്. ഇനി അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് MP ഗ്രൂവർ. ഇനി ചെക്ക്ഡ് ബൈ, ചെക്കിംഗ് നീഡഡ് എന്ന് പറയുമ്പോൾ നോ നീഡ് ഓഫ് ചെക്കിംഗ് ബിക്കോസ് ദ പ്രോസസ് പ്ലാനർ ഈസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദ പ്ലാൻ ഹി പ്രിപ്പയർഡ്. ഇനി അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ പേജ്. ഓക്കെ, പേജ്. അപ്പം ഇത് സിംഗിൾ പേജിൽ കഴിഞ്ഞ് കുറേ സ്റ്റെപ്സ് ഉള്ളതാണെങ്കിൽ അഡീഷണൽ പേജസ് കൂടെ വരും. ഇനി മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് സൈസ്, അതായത് നമ്മൾ എടുക്കുന്ന വർക്ക് പീസിൻ്റെ സൈസ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇവിടെ സീരിയൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 10, 20 എന്നൊക്കെ നെയിം ചെയ്തിരിക്കുന്നു. 10 ഓപ്പറേഷൻ ഡിസ്ക്രിപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫേസ് എൻഡ്, അതായത് ഒരു എൻഡ് ഫേസ് ചെയ്യുക, റഫ് ടേൺ അപ് ടു 52 mm, അങ്ങനെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ലെയ്ത്ത്, ആ ലെയ്ത്തിൻ്റെ നമ്പർ, അവിടെ ഉപയോഗിക്കേണ്ട ടൂള്, അതിനാവശ്യമായ സെറ്റപ്പ് ടൈം, അതിൻ്റെ സ്റ്റാൻഡേർഡ് മെഷീനിങ് ടൈം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് 20 എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി ആ 20 ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ സീക്വൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഈ ടേബിളിനെയാണ് നമ്മൾ റൂട്ട് ഷീറ്റ് എന്ന് പറയുക. അപ്പോൾ പ്രോസസ് പ്ലാനിങ് മീൻസ് പ്രിപ്പറേഷൻ ഓഫ് റൂട്ട് ഷീറ്റ്സ് ടു മേക്ക് ഓർ ഫാബ്രിക്കേറ്റ് എ കമ്പോണൻറ്റ് ഫ്രം എ റോ വർക്ക് പാർട്ട്. ഓക്കെ, ഇനി ഒരു റൂട്ട് ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. നമ്മളിപ്പോൾ കണ്ടത് തന്നെ ഓപ്പറേഷൻസ് ഇൻ ഓർഡർ, അതായത് ഓരോ ഓപ്പറേഷൻസ് ഏത് ഓർഡറിൽ ചെയ്യണം അത് നമ്മൾ കറക്റ്റായിട്ട് നമ്പർ ചെയ്തിട്ടുണ്ടാവും. 10, 20, 30 എന്നൊക്കെ ഇവിടെ നമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓപ്പറേഷൻസ്, ദാറ്റ് ഈസ് അതിൻ്റെ ഡയമെൻഷൻസ്, ടോളറൻസ്, അതായത് എത്ര അളവിൽ എത്ര ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കണം, എത്ര ടേൺ ചെയ്യണം, ഏത് അളവിലോട്ട് ടേൺ ചെയ്യണം, ഇനി അതിൻ്റെ ടോളറൻസ് അതൊക്കെ ഉണ്ടാവും. ഇനി മെഷീൻസ് ഓൺ വിച്ച് ഓപ്പറേഷൻസ് ഈസ് ഡൺ, ദാറ്റ് ഈസ് ലെയ്ത്ത് മെഷീനാണെന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ. ലെയ്ത്തിൻ്റെ നമ്പർ പറഞ്ഞു L45 എന്ന് പറഞ്ഞു. അങ്ങനെ ഏതൊക്കെ മെഷീനിലാണ് ഓരോ ഓപ്പറേഷൻസ് ചെയ്യണം. ഇനി സ്പെഷ്യൽ ടൂൾസ്, ഡൗൾസ്, മോൾഡ്സ്, കട്ടിംഗ് ടൂൾസ്, ഫിക്സ്റ്റേഴ്സ്. ഇനി അവിടെ പറഞ്ഞിട്ടുണ്ട് ടൂളിങ് അത് യൂസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് മോൾഡിങ് ഫിക്സ്റ്റേഴ്സ് ഒന്നും ഈ ടേബിളിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ കോംപ്ലക്സ് ജിയോമെട്രീസിൻ്റെ കേസിൽ, കോംപ്ലക്സ് കമ്പോണൻസിൻ്റെ കേസിൽ അതിൻ്റെ ഫിക്സറൊക്കെ സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ ഈ തൽക്കാലം ഈ റൂട്ട് ഷീറ്റിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ടൂളിൻ്റെ നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ടൂളിൻ്റെ നമ്പർ ചെയ്തിട്ടുണ്ട്. ഇനി ജിഗ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. J555 എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ആ റൂട്ട് ഷീറ്റ് J555 എന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, J555 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ടൂൾസ് എന്തൊക്കെയാണ്, മോൾഡ്സ് എന്തൊക്കെയാണ്, കട്ടിംഗ് ടൂൾസ്, ഫിക്സ്റ്റേഴ്സ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സെറ്റപ്പ് ടൈം ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് മെഷീനിങ് ടൈം, സൈക്കിൾ ടൈം. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൂട്ട് ഷീറ്റിൽ ഉണ്ടാകുക. അപ്പം ഈ ഓരോ പ്രോസസ്സും സ്റ്റാർട്ടിങ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഓരോ പ്രോസസ്സിങ് സ്റ്റെപ്സും സ്റ്റാർട്ടിങ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. പ്രോസസ്സിങ് സ്റ്റെപ്സ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ, അതായത് ഒരു കമ്പോണൻറ്റ് ഫോം ചെയ്തെടുക്കണമെങ്കിൽ ആ കമ്പോണൻറ്റ് ഫോം ചെയ്തെടുക്കാനുള്ള പ്രോസസ്സിങ് സ്റ്റെപ്സ് അത് എവിടെ സ്റ്റാർട്ട് ചെയ്യും മീൻസ് ഏത് വർക്ക് പാർട്ട് ഓർ ഏത് റോ മെറ്റീരിയൽ വെച്ച് അത് ഉണ്ടാക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്റ്റാർട്ടിങ് സ്റ്റെപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു ഫ്ലോ ചാർട്ടാണ് ഓർ ആ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഫസ്റ്റ് ഒരു ബേസിക് പ്രോസസ്സിലൂടെ കടന്നു പോകും. ബേസിക് പ്രോസസ്സ് കഴിഞ്ഞ് അതൊരു സെക്കൻഡറി പ്രോസസ്സിലൂടെ കടന്നു പോകും. ബേസിക് പ്രോസസ് എന്താണ്, സെക്കൻഡറി പ്രോസസ് എന്താണെന്നൊക്കെ പറയാം.
സെക്കൻഡറി പ്രോസസ്സിലൂടെ കടന്നു പോകും. ഈ സെക്കൻഡറി പ്രോസസ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സസ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ അതൊരു ഫിനിഷ്ഡ് ഗുഡായിട്ട് തന്നെ ഇവിടുന്ന് തന്നെ മാറും. സെക്കൻഡറി സ്റ്റെപ്സിന് ശേഷം ഒരു ഫിനിഷ്ഡ് ഗുഡായിട്ട് അവിടുന്ന് തന്നെ അത് മാറും, ഫിനിഷ്ഡ് പാർട്ടാവും. ഇനി പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ്, ഒരു പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെയും പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ് വേണമെങ്കിൽ യു ഡു അഡീഷണൽ പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ്. അതാണ് ഈ റിട്ടേൺ ആരോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വിശദമായിട്ട് നോക്കാം. അപ്പം ബേസിക് പ്രോസസ്സ്, ബേസ് പ്രോസസ് ഓഫ് സ്റ്റാർട്ടിങ് ജോമെട്രി, അതായത് ബേസിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ കാസ്റ്റിംഗ്, മോൾഡിങ്, റോളിങ് എന്നതൊക്കെയാണ് ബേസിക് പ്രോസസ്സ്. ഇനി പ്രൈമറി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ജോമെട്രി ഒരു ഫൈനൽ ജോമെട്രി ആകുക, ഓർ ഒരു നിയർ ടു ഫൈനൽ ജോമെട്രി ഓർ ക്ലോസ് ടു ഫൈനൽ ജോമെട്രി ആക്കിയെടുക്കുന്നതിനാണ് പ്രൈമറി പ്രോസസ്സ് എന്ന് പറയുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ മെഷീനിങ് ആഫ്റ്റർ കാസ്റ്റിംഗ്. ഇപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത കമ്പോണൻറ്റ് ക്ലോസ് ഡയമെൻഷനിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ചിലപ്പോൾ ആ പാർട്ട് മെഷീൻ ചെയ്യും. ഇനി വേറെ എക്സാമ്പിൾ പഞ്ചിങ് ആഫ്റ്റർ റോളിങ്. ഇപ്പോൾ ഒരു ഷീറ്റ് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പഞ്ച് ചെയ്യുന്നതിന്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരു ക്ലോസ് ഓർ ഫൈനൽ ജോമെട്രിയോട് അടുത്ത് വരിക. നിയർ നെറ്റ് ഷേപ്പ് പ്രോസസ്സ്, അതായത് നമ്മൾ നിയർ നെറ്റ് ഷേപ്പ് പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലോസ് ടു ഫൈനൽ ജോമെട്രി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്റ്റിക് മൗൾഡിങ് ചെയ്യുമ്പോൾ അതിനൊരു സെക്കൻഡറി പ്രോസസ്സ് ആവശ്യമില്ല. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പ്രോസസ്സ് ഇപ്പോൾ കാസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഡയമെൻഷണൽ ടോളറൻസിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ചിലപ്പോൾ ആ കമ്പോണൻറ്റിനെ ഒന്ന് ചെറിയൊരു ഫീഡിൽ മെഷീൻ ചെയ്യേണ്ടി വരും. പക്ഷേ പ്ലാസ്റ്റിക് മൗൾഡിങ്ങിൻ്റെ കേസ് നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ, കറക്റ്റ് മൗൾഡിൻ്റെ അളവിൽ തന്നെ നമുക്ക് ആ കമ്പോണൻറ്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ വേറൊരു സെക്കൻഡറി പ്രോസസ്സ് ആവശ്യമില്ല. അതൊരു നിയർ ക്ലോസ് ടു ജോമെട്രി കിട്ടും. അതൊരു നിയർ നെറ്റ് ഷേപ്പ് പ്രോസസ്സ് തന്നെയാണ്. അടുത്തത് പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ്. അപ്പോൾ പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലാസ്. അപ്പോൾ നമുക്ക് ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്ത് അതിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റാണ് പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലാസ് ആണ്. ഓക്കെ, നിയർ നെറ്റ് ഷേപ്പ് പ്രോസസ്സ് ഓർ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മോൾഡിങ് നമ്മൾ സെക്കൻഡറി പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ബേസിക് പ്രോസസ്സ് കഴിഞ്ഞിട്ട് നേരെ ഫിനിഷ്ഡ് ഓപ്പറേഷൻ ഓർ ഫിനിഷ്ഡ് പാർട്ട് നമ്മൾ അവിടുന്ന് തന്നെ കിട്ടും. ഒരു സെക്കൻഡറി പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. മറിച്ച് നമ്മൾ കാസ്റ്റിംഗ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡറി പ്രോസസ്സിൻ്റെ ബേസിക് പ്രോസസ്സ് കാസ്റ്റിംഗ് ആണെങ്കിൽ ഒരു സെക്കൻഡറി പ്രോസസ്സ് ആവശ്യമുണ്ട്. ഇനി ആ സെക്കൻഡറി പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ് ചിലപ്പോൾ ആവശ്യം വരുവാണെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അതൊരു ഫിനിഷിംഗ് ഓപ്പറേഷനിലോട്ട് പോകും. ഫിനിഷിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അത് ആ മെറ്റീരിയൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഓപ്പറേഷൻസ്, മീൻസ് കൊറോഷൻ സാധ്യതയുള്ള, തുരുമ്പ് കയറാൻ സാധ്യതയുള്ള കമ്പോണൻ്റൊക്കെ ആണെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്, പെയിൻറ്റിങ് മുതലായവയാണ് ഫിനിഷിംഗ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ പ്രോസസ് സീക്വൻസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ടിപ്പിക്കൽ സീക്വൻസ് ഓഫ് പ്രോസസ് റിക്വയർഡ് ഇൻ എ പാർട്ട് ഫാബ്രിക്കേഷൻ. ഒരു പാർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ടിപ്പിക്കൽ സീക്വൻസ് ഓഫ് പ്രോസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിങ് റോ മെറ്റീരിയൽ ഒരു ബേസിക് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ഇനി സെക്കൻഡറി പ്രോസസ്സ് കഴിഞ്ഞ് പിന്നീട് ഒരു പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ് ആവശ്യമില്ലെങ്കിൽ അത് ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ആൻഡ് മീൻസ് ഇലക്ട്രോപ്ലേറ്റിംഗ്, പെയിൻറ്റിങ് മുതലായവ കഴിഞ്ഞ് അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായി മാറും. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഇപ്പം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളത് നോർമൽ ഗ്ലാസ്സിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അത് പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സാണ്. പിന്നെയും സപ്പോസ് വേറെ എന്തെങ്കിലും കമ്പോണൻസിന് പിന്നെയും പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യണമെങ്കിൽ, അഡീഷണൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, അഡീഷണൽ സെക്കൻഡറി പ്രോസസ്സ് സംടൈംസ് റിക്വയർഡ് ഫോളോയിങ് പ്രോപ്പർട്ടി എൻഹാൻസ്മെൻറ്റ്. അതാണ് ഈ റിട്ടേൺ ആരോ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതൊന്നിലധികം തവണ വരാം. ഇനി ഈ പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സ് ആവശ്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കാം, സെക്കൻഡറി പ്രോസസ്സിൽ നിന്ന് നേരെ ഫിനിഷിംഗ് ഓപ്പറേഷൻസിലോട്ട് പോകാം. ഇത്രയാണ് ടിപ്പിക്കൽ സീക്വൻസ് ഓഫ് പ്രോസസ് റിക്വയർഡ് ഇൻ എ പാർട്ട് ഫാബ്രിക്കേഷൻ. ഒരു പാർട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ടിപ്പിക്കൽ സീക്വൻസ് ഇതാണ്. കുറച്ച് ടിപ്പിക്കൽ പ്രോസസ് സീക്വൻസ് ആണ് നമ്മൾ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ സാൻഡ് കാസ്റ്റിംഗ്. ഇപ്പോൾ സ്റ്റാൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്
ബേസിക് പ്രോസസ്സ് ഓർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സാൻഡ് കാസ്റ്റിംഗ് ആണ്. ഈ സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ മെഷീൻ. ഇനി ഫൈനൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മെഷീൻ ചെയ്തെടുത്ത പാർട്ട്. ഇവിടെ എൻഹാൻസിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അത് റിക്വയർമെൻറ്റ് അനുസരിച്ച്. അതാണ് ഇവിടെ ഓപ്ഷണൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് പെയിൻറ്റിങ്, ഫിനിഷിംഗ് പ്രോസസ്സായിട്ട് പെയിൻറ്റിങ്. നെക്സ്റ്റ് വൺ ഡൈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഡൈ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിയർലി നെറ്റ് ഷേപ്പ് കിട്ടും. ഫൈനൽ ഷേപ്പ് എന്ന് പറയുന്നത് ഡൈ കാസ്റ്റിംഗ് തന്നെയാണ്. എൻഹാൻസിങ് പ്രോസസ്സ് ഇവിടെയും ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആ കമ്പോണൻ്റ് ഏത് ഓവർ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന കമ്പോണൻ്റ് ആണെങ്കിൽ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വേണ്ട വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അതാണ് ഓപ്ഷണൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഫൈനൽ ഓർ ഫിനിഷിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്. അങ്ങനെ കുറച്ച് പ്രോസസ്സ്, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, സെക്കൻഡറി പ്രോസസ്സ്, ഫൈനൽ ഷേപ്പ്, എൻഹാൻസിങ് പ്രോസസ്സ്, ഫിനിഷിംഗ് പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ടത് പ്രോസസ് പ്ലാനിങ് ഫോർ പാർട്സ് ആണ്. അപ്പോൾ റൂൾ ഷീറ്റ് എന്താണെന്ന് പറഞ്ഞു, ഒരു റൂൾ ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു, റൂൾ ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇനി ടിപ്പിക്കൽ പ്രോസസ് പ്ലാൻ, ടിപ്പിക്കൽ സീക്വൻസ് ഓഫ് പ്രോസസ് ഇൻ എ പാർട്ട് ഫാബ്രിക്കേഷൻ. ഒരു പാർട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിൽ ടിപ്പിക്കൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് പറഞ്ഞു. റോ മെറ്റീരിയൽ തുടങ്ങി ബേസിക് പ്രോസസ്സ് വന്ന് സെക്കൻഡറി പ്രോസസ്സ്, എൻഹാൻസിങ് പ്രോസസ്സ്, ഫിനിഷിംഗ് ഓപ്പറേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് പ്ലാനിങ് ഫോർ പാർട്സ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.